മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒരു ഘട്ടത്തിൽ ദിലീപിനെതിരെ ആയിരുന്നു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതെങ്കിൽ പിന്നീട് പൂർണ്ണമാവുകയും ദിലീപ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേസിലെ 8ാമത്തെ പ്രതിയായിട്ടുള്ള ദിലീപ് വിധി പ്രസ്താവം കേൾക്കുന്നതിന് വേണ്ടി കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ സമയം 10:27 11 മണിയോടുകൂടിയാണ് ഈ കേസ് പരിഗണിക്കുകയും അതിനുശേഷം ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് സംബന്ധിച്ച ജഡ്ജിയുടെ വിധി പ്രസ്താവം വരാൻ പോകുന്നത്. എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ദിലീപിലേക്ക് തന്നെയാണ്. ഈ കേസിൽ 8ാം പ്രതിയാണ്. മറ്റേഴ് പ്രതികളെക്കാൾ കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുള്ളത് നടൻ ദിലീപ് തന്നെയാണ്. ഇവിടെ അതിജീവിത സിനിമാ മേഖലയിലെ അറിയപ്പെടുന്ന ഒരു നടിയാണ്. ഇതിനു പിന്നിലെ ഗൂഢാലോചന സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആയിരുന്നു എന്നതായിരുന്നു കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചത്. അതും ജനപ്രിയ നടൻ ആയിട്ടുള്ള ദിലീപ് നിരവധി ഹാസ്യവേഷങ്ങളിലൂടെ അടക്കം മലയാളികളെ ഏറെ ചിരിപ്പിച്ചിട്ടുള്ള ദിലീപിന് ഇങ്ങനെയൊരു വില്ലൻ വേഷം ജീവിതത്തിലുണ്ടോ എന്നത് പലരും അത്ഭുതത്തോടുകൂടി മുക്കത്ത് വിരൽ വെച്ചുകൊണ്ടായിരുന്നു അന്ന് കേട്ടിരുന്നത് എന്നതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ തറപ്പിച്ചു പറയുന്നു ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ദിലീപ് തന്നെയാണ്. ദിലീപിന്റെ ദാമ്പത്യ ജീവിതം തകർത്തതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അതിജീവിതയാണ് ആ ദാമ്പത്യ ജീവിതം തകർക്കാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ദിലീപിന്റെ കണക്കുകൂട്ടൽ. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെയൊരു ബലാത്സംഗ കൊട്ടേഷൻ പൾസർ സുനിക്ക് ദിലീപ് നൽകിയത് എന്ന വാദം തന്നെയായിരുന്നു ഉന്നയിച്ചത്. മറ്റൊരു നടിയുമായുള്ള അടുപ്പം, ആ അടുപ്പമടക്കം ഭാര്യയായ നടിയെ അറിയിച്ചതിൽ ഒക്കെ ഈ അതിജീവിതയ്ക്ക് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു ദിലീപിന്റെ നിരീക്ഷണം. അങ്ങനെയാണ് ഈ തരത്തിൽ ഒരു പരാതി അല്ലെങ്കിൽ ഈ തരത്തിൽ ഒരു കൊട്ടേഷൻ ഉയർന്നു വരികയും അങ്ങനെ ആ കൊട്ടേഷനാണ് പൾസർ സുനി നടപ്പിലാക്കിയത് എന്നുമുള്ള വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ രേഖകൾ, തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചു? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആവർത്തിച്ച് പറയുന്നത് അടച്ചിട്ട മുറിയിൽ നടന്ന വിചാരണാ ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തെളിവുകൾ വളരെ നിർണായകമാണ്. ഇടയ്ക്ക് ഏറ്റവും സുപ്രധാനമായ മെമ്മറി കാർഡ് അടക്കം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അത് അനധികൃതമായി പരിശോധിച്ചു എന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വാർത്തയായി പുറത്തു വന്നതാണ്. ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത് ഒരു സ്ത്രീ അപമാനിതയായ ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡ് മറ്റാരോ പരിശോധിച്ചു. അതിന്റെ ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. മാത്രവുമല്ല ബാലചന്ദ്രൻ നൽകിയിട്ടുള്ള, അതായത് സംവിധായകൻ ബാലചന്ദ്രന്റെ നിർണായകമായ വെളിപ്പെടുത്തൽ പിന്നീട് ഉണ്ടായത് തന്നെ കേസിന്റെ ഗതി മാറ്റുന്ന സാഹചര്യമുണ്ടായി. നടി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ നടൻ ദിലീപ് കണ്ടു എന്നുള്ളതായിരുന്നു ബാലചന്ദ്രന്റെ വെളിപ്പെടുത്തൽ. അങ്ങനെ ദിലീപ് അന്വേഷണ സംഘത്തെ അടക്കം വകവരുത്താൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഈ കേസിൽ നിർണായകമാകുക എന്നത് സാക്ഷിമൊഴികൾ തന്നെയാണ്. ഇരയുടെ വാദം, അതോടൊപ്പം തന്നെ അതിജീവിതയുടെ പ്രതികരണങ്ങളോടൊപ്പം തന്നെ സാക്ഷിമൊഴികളും നിർണായകമാകുന്ന ഒരു കേസിൽ 28 സാക്ഷികൾ ആണ് കൂറുമാറിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ സിനിമാ മേഖലയിലെ നിരവധിയായ ആളുകൾ ഉണ്ട് എന്നതും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു. ബിന്ദു പണിക്കർ, ഭാമ, സിദ്ദിഖ് അടക്കമുള്ളവർ കൂറുമാറിയവരുടെ പട്ടികയിൽ ആണ് വരുന്നത്. അതായത് ഈ നടിയുമായി ദിലീപിന് വൈരാഗ്യമുണ്ടായിരുന്നു എന്ന തരത്തിൽ മൊഴി നൽകിയവർ ആണ് പിന്നീട് ആ മൊഴിയിൽ നിന്ന് മാറിയത്. ഇപ്പോൾ